ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും ഒരു സജഷൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പക്ഷെ മൂവി അല്ല, ഒരു സീരീസ്, ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ് ആണ് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോസ് ശ്രദ്ധയിൽ പെടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സീരീസ് ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സീരീസ് ആണ്. ആൻഡ് വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി വളരെയധികം കൂടുതലാണെങ്കിലും മലയാളം ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷോ ആണ്. ജോൺ എഡ്വേർഡ് ഡഗ്ലസ് എന്ന അമേരിക്കൻ റിട്ടയർഡ് സ്പെഷ്യൽ ഏജന്റും മാർക്ക് ഒൾഷാക്കർ എന്ന അമേരിക്കൻ ഓതറും ചേർന്ന് എഴുതി 1995 പുറത്തു വന്ന മൈൻഡ് ഹണ്ടർ ഇൻസൈഡ് ദി FBI എലൈറ്റ് സീരിയൽ ക്രൈം യൂണിറ്റ് എന്ന ട്രൂ ക്രൈം പുസ്തകത്തെ ബേസ് ചെയ്ത് 2017 ആദ്യ സീസൺ പുറത്തു വന്ന മൈൻഡ് ഹണ്ടർ എന്ന സീരീസ് ആണ് നമ്മുടെ ഇന്നത്തെ താരം. ഇതുവരെ മൈൻഡ് ഹണ്ടറിന്റെ 2 സീസൺസ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. 2017 ഒക്ടോബർ 13 ആണ് 10 എപ്പിസോഡ്സ് അടങ്ങുന്ന ആദ്യ സീസൺ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തത്. വളരെയധികം ക്രിട്ടിക്കലി അക്ലൈംഡ് ആയ ഈ സീസണിന് സീക്വൽ ആയിട്ട് അതുപോലെ തന്നെ മികച്ച റിവ്യൂസ് നേടിയ 10 എപ്പിസോഡ്സ് ഉള്ള സെക്കൻഡ് സീസൺ എത്തിയത് 2019 ഓഗസ്റ്റ് 16 ആണ്. ഈ 2 സീസൺസും ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് സീസണിൽ പ്ലോട്ടിലെ സംഭവങ്ങൾ നടക്കുന്നത് 1977 മുതൽ 1980 വരെയും സെക്കൻഡ് സീസണിലെ കാര്യങ്ങൾ 1980, 81 എന്നീ വർഷങ്ങളിലും ആയിട്ടാണ്. ഓക്കെ, അപ്പൊ മൈൻഡ് ഹണ്ടർ എന്ന സീരീസ് എന്തിനെ പറ്റിയുള്ളതാണ്? എന്താണ് അതിന്റെ തീം? മൈൻഡ് ഹണ്ടർ എന്ന പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഫാന്റസി തീംഡ് സീരീസ് ആണോ? അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് പോകാം. ആദ്യമേ പറയാം, മൈൻഡ് ഹണ്ടർ ഒരു ഫാന്റസി സ്റ്റോറി അല്ലെന്ന് മാത്രമല്ല, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്, സത്യത്തിൽ നടന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാ. വീഡിയോയിൽ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഒരു ട്രൂ ഇവന്റ് ക്രൈം പുസ്തകത്തെ ബേസ് ചെയ്ത് വന്ന സീരീസ് ആണിത്. എന്നാൽ പോലും ഇതിന്റെ തീംസ്, ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്, ഇതിനൊക്കെ വളരെ മാച്ച് ആവുന്ന ഒരു പേര് തന്നെയാണ് ബുക്കിനും ഷോയ്ക്കും കൊടുത്തിട്ടുള്ളത്. ഇനി തീം ആൻഡ് പ്ലോട്ട്. ഹോൾഡൻ ഫോർഡ്, വിൽ ടെൻച്ച് എന്നിങ്ങനെ 2 FBI ഏജന്റ്സ്, പിന്നെ വെർജീനിയയിലെ ക്വാണ്ടിക്കോയിലുള്ള FBI അക്കാഡമി, അതിനുള്ളിലെ ട്രെയിനിങ് ഡിവിഷനിൽ പെടുന്ന ബിഹേവിയറൽ സയൻസ് യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് വെൻഡി കാർ. ഇവരെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായിട്ട് ഈ ഷോ നടക്കുന്നത്. ഇവർ ഒന്നിച്ചൊരു റീസെർച്ച് പ്രോജക്ട് ലോഞ്ച് ചെയ്യുവാണ്. ആൻഡ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന നിലവിൽ ഇംപ്രിസൻഡ് ആയിട്ടുള്ള സീരിയൽ കില്ലേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുക, അതുവഴി അവരുടെ സൈക്കോളജി മനസ്സിലാക്കുക. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന നോളജ് നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള കേസസിൽ അപ്ലൈ ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കുക. ഇവരുടെ ഈ ഒരു ജേർണിയാണ് മെയിൻ ആയിട്ടും മൈൻഡ് ഹണ്ടർ എന്ന സീരീസ് ഫോളോ ചെയ്തു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഹേവിയറൽ സയൻസ് യൂണിറ്റും ക്രിമിനൽ പ്രൊഫൈലിംഗും FBI ഉണ്ടായ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ റിയൽ സ്റ്റോറി തന്നെയാണ് ഫസ്റ്റ് സീസണിൽ നമ്മൾ കാണുന്നത്. ആൻഡ് വളരെയധികം ഇൻഫേമസ് ആയ, നമ്മളിൽ പലരും വായിച്ചിട്ടോ കേട്ടിട്ടോ ഉള്ള എഡ് കെമ്പർ എന്ന നൊട്ടോറിയസ് സീരിയൽ കില്ലർ ഇതിലൊരു കഥാപാത്രമാണ്. കാമറോൺ ബ്രിട്ടൻ എന്ന ആക്ടറാണ് എഡ് കെമ്പർ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് എത്ര എടുത്തു പറഞ്ഞാലും മതിവരാത്ത ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ന് വരെയുള്ള സിനിമ അല്ലെങ്കിൽ TV ഹിസ്റ്ററി നോക്കിയാൽ ജീവിച്ചിരുന്ന ആളുകളെ പോർട്രേ ചെയ്തിരിക്കുന്ന റോൾസിന്റെ ലിസ്റ്റിൽ ആദ്യ 10 ഉറപ്പായിട്ട് ഉൾപ്പെടുത്താവുന്ന തരം അഭിനയം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഷോ കണ്ടു കഴിഞ്ഞ് മനസ്സിൽ നിന്ന് പോകാത്ത തരം ഒരു ഹോണ്ടിങ് നേച്ചർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പോർട്രേയൽ. ഈ ഒരു കില്ലർ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഇന്റർവ്യൂ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരിൽ ഒരാളാണ്. ആൻഡ് പുള്ളിയെ നമ്മൾ പല എപ്പിസോഡിലായിട്ട് റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ മറ്റ് നോട്ടബിൾ സീരിയൽ കില്ലേഴ്സിനെയും പല ആക്ടേഴ്സ് പോർട്രേ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചിലത് മോണ്ടി റിസൽ, ജെറി ബ്രൂഡോസ്, റിച്ചർഡ് സ്പെക്, BTK എന്നറിയപ്പെടുന്ന ഡെനിസ് റേഡർ എന്നിവരാണ്. കാമറോൺ ബ്രിട്ടനെ പോലെ തന്നെ വളരെ സിൻസിയർ ആയ പെർഫോമൻസ് ആണ് ഇതിൽ ഓരോ സീരിയൽ കില്ലറിന്റെ റോൾസും ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിൻ്റെത്. ഈവൻ കാണാനുള്ള സിമിലാരിറ്റി പോലും മേക്കപ്പിലൂടെയും മാനറിസംസിലൂടെയും അച്ചീവ് ചെയ്യാൻ ആക്ടേഴ്സിനും ഷോ ക്രിയേറ്റേഴ്സിനും പറ്റിയിട്ടുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഹോൾഡൻ ഫോർഡ് ആയിട്ട് ജൊനാത്തൻ ഗ്രോഫ്, ബിൽ ടെൻച്ചായി ഹോൾട്ട് മെക്കലാനി ആൻഡ് വെൻഡി കാറായി ആന ടോർൺ എന്നിവരുടെ ബ്രില്യന്റ് ആക്ടിംഗ് ആണ് കാണുന്നത്. സീരീസിന്റെ ഓവറോൾ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ ഈ സീരിയൽ കില്ലർ ക്യാരക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് മാത്രമല്ല, നമ്മുടെ ഈ 3 മെയിൻ ക്യാരക്ടേഴ്സ്, അതിൽ തന്നെ 2 FBI ഏജന്റ്സും കടന്നു പോകുന്ന സ്ട്രഗിൾസ്, ഈ ഒരു പ്രോജക്റ്റിന് അപ്രൂവൽ വാങ്ങിയെടുക്കാനും അതിന്റെ ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇതൊക്കെ എഫക്റ്റ് ആവുന്ന അവസ്ഥകൾ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ തന്നെ ഭംഗിയായ റൈറ്റിംഗിലൂടെയും അവിടെ നിന്ന് ഈ ആക്ടേഴ്സിന്റെ സൂപ്പർ പ്രസന്റേഷനിലൂടെ സ്ക്രീനിലേക്കും വരുന്നത് നമുക്ക് കാണാം. സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ വളരെ സ്കാൻഡലസും ഷോക്കിങ്ങും ആയ 1979 1981 ഇടയ്ക്ക് കുറഞ്ഞത് 28 മരണങ്ങളെങ്കിലും നടന്ന, അതിൽ തന്നെ കൂടുതലും കുട്ടികൾ മർഡർ ചെയ്യപ്പെട്ട അറ്റ്ലാന്റ മർഡേഴ്സ് കേസ് ഫോർഡും ടെൻച്ചും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ 2 മുതിർന്ന ആളുകളെ കൊന്നതിന് കൺവിക്റ്റഡ് ആയ വെയിൻ വില്യംസ് എന്ന കില്ലറിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്.
അയാൾ തന്നെയാണ് ആ ലിസ്റ്റിലെ ബാക്കിയുള്ള ചൈൽഡ് മർഡർ കേസസിലെയും മെയിൻ സസ്പെക്ട്. പക്ഷെ വേണ്ട തെളിവുകൾ ഇല്ലാത്ത കാരണത്താൽ ഷോയിലും റിയൽ ലൈഫിലും ആ സീരിയൽ കില്ലർ കേസിൽ അയാളെ ട്രയൽ ചെയ്യാനോ കുറ്റക്കാരനായി കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. റിയൽ ലൈഫിൽ തെളിയിക്കപ്പെട്ട 2 കേസസിന്റെ ശിക്ഷയായിട്ട് 2 കൺസിക്യൂട്ടീവ് ലൈഫ് ടേംസ് ആണ് അയാൾക്ക് കിട്ടുന്നത്. സീരീസിലേക്ക് വരുമ്പോൾ ഇയാളെ കൂടാതെ മറ്റു ചില ഇൻഫേമസ് സീരിയൽ കില്ലേഴ്സിനെയും സെക്കൻഡ് സീസണിൽ നമ്മൾ കാണും. സൺ ഓഫ് സാം എന്നറിയപ്പെട്ടിരുന്ന ഡേവിഡ് ബെർക്കോവിറ്റ്സ്, വില്യം പിയേഴ്സ് ജൂനിയർ, എൽമർ വെയിൻ ഹെൻലി ജൂനിയർ, ചാൾസ് മേസൺ എന്നിവരെ. വളരെയധികം പ്രശംസ നേടിയ 2 സീസൺസ് ആണ് പുറത്ത് വന്നതെങ്കിലും അതിൽ തന്നെ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യാതെയാണ് 2ാമത്തെ സീസൺ എൻഡ് ചെയ്യുന്നതെങ്കിലും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു 3ാം സീസൺ മൈൻഡ് ഹണ്ടറിനെ ആയി പുറത്തു വന്നില്ല. ഫിലിം ലവേഴ്സ് വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഡേവിഡ് ഫിഞ്ചർ എന്ന ലെജൻഡറി ഡയറക്ടർ ഈ ഷോയുടെ ക്രൂവിൽ ഒരു പാർട്ടാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന പോസ്റ്റ് കൂടാതെ ഇതിലെ പല എപ്പിസോഡും ഇദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം 2020-ൽ ഒരു പൊട്ടൻഷ്യൽ 3rd സീസൺ ഇൻഡെഫിനിറ്റ് ആയ ഹോൾഡിലാണെന്ന് അദ്ദേഹം അറിയിച്ചെങ്കിലും 2023 ഫെബ്രുവരിയിൽ അദ്ദേഹം തന്നെ ഷോ ഒഫീഷ്യലി നിർത്തിയതായിട്ട് ഡിക്ലെയർ ചെയ്തത് മൈൻഡ് ഹണ്ടർ എന്ന സീരീസിന്റെ ആരാധകർക്ക് നൽകിയ നിരാശ ഒട്ടും ചെറുതല്ല. കാരണം എത്ര നാൾ എടുത്താലും ഈ ഷോയുടെ ഒരു 3ാം സീസൺ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും ജസ്റ്റിഫൈ ചെയ്യുന്ന അത്ര ക്വാളിറ്റിയിലാണ് ഇറങ്ങിയ 2 സീസൺസും അതിലെ 20 എപ്പിസോഡ്സും ഉള്ളത്. മൈൻഡ് ഹണ്ടർ കണ്ടിട്ടില്ലാത്ത എന്നാൽ അതിനെപ്പറ്റി കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നി അതൊന്ന് കണ്ടു നോക്കാൻ തന്നെ തീരുമാനിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ FBI, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ്, സീരിയൽ കില്ലേഴ്സ്, ത്രില്ലർ സീരീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും മാസ് മസാല ചേസസ് അല്ലെങ്കിൽ സ്റ്റൺ സീക്വൻസ് ഒക്കെ നിറഞ്ഞൊരു ഷോ പ്രതീക്ഷിക്കരുത്. പകരം വളരെ ഹൈ ആയ സ്റ്റാൻഡേർഡും ക്ലാസും മെയിൻറ്റെയിൻ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ആക്ഷൻ എലിമെന്റ്സ് ഇല്ലാതെ തന്നെ ഒരു ത്രില്ലർ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്ന, ഒരിടത്ത് പോലും ബോർ അടുപ്പിക്കാതെ ആ ഒരു ഡാർക്ക് ടോണും അത് മെയിൻറ്റെയിൻ ചെയ്തുള്ള സ്റ്റോറി ടെല്ലിങ്ങും കൊണ്ട് ഓരോ സീനിലും നമ്മളെ പിടിച്ചെടുത്തുന്ന ഫീല് തരുന്ന നിയോ നോയർ ട്രീറ്റ്മെന്റിലാണ് മൈൻഡ് ഹണ്ടർ എന്ന ഷോ ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം കാലിബർ ഉള്ള, ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉള്ള, മികച്ച പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള പോലീസ് പ്രൊസീജിയറൽസ്, ഇൻവെസ്റ്റിഗേറ്റീവ് ഷോസ് എന്നിവ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ലാത്ത ആ ഒരു ജോണറിൽ പുറത്ത് വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഷോസിൽ ഒന്നാണ് മൈൻഡ് ഹണ്ടർ. നെറ്റ്ഫ്ലിക്സിലൂടെ ആയാലും മറ്റു മാർഗങ്ങളിലൂടെ ആയാലും തീർച്ചയായും കാണാൻ ശ്രമിക്കുമല്ലോ അല്ലെ? അപ്പൊ ഓൾറെഡി കണ്ടതാണെങ്കിലും ഇനിയാണ് കാണുന്നതെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് അത് ഷോയെ പറ്റിയോ ഈ വീഡിയോയെ പറ്റിയോ ആയാലും കമന്റ് ചെയ്യണേ. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.